അടാട്ട് പഞ്ചായത്തിന്റെ തെരുവുനായ വിമുക്ത ഗ്രാമം പദ്ധതി കൂടുതൽ ജനകീയമാകുന്നു. ഡോഗ് ഷെൽട്ടർ സന്ദർശിക്കാനെത്തിയ വേടൻ ഒരു നായ്ക്കുഞ്ഞിനെ ദത്തെടുത്തു. പദ്ധതി മാതൃകാപരമെന്ന് വേടൻ. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം, ഒപ്പം തെരുവിന്റെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷയും സംരക്ഷണവും. ഇതാണ് പദ്ധതിയിലൂടെ പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാവൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുഴയ്ക്കൽ റിവർ ടൂറിസം വില്ലേജിൽ താൽക്കാലിക ഷെൽട്ടറും സ്ഥാപിച്ചു. തെരുവിൽ പിറന്നു വീഴുന്ന നായക്കുഞ്ഞുങ്ങളെ ഇവിടെ സംരക്ഷിക്കും. 6 മാസം പിന്നിടുമ്പോൾ വന്ധ്യീകരിക്കും. പ്രസവിക്കുന്ന നായ്ക്കളെയും ഇതിനൊപ്പം വന്ധ്യീകരിക്കും. ഷെൽട്ടറിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ളവർക്ക് ഏറ്റെടുത്ത് വളർത്താം. നിലവിൽ 30-ൽ പരം നായക്കുഞ്ഞുങ്ങളെയാണ് ഷെൽട്ടറിൽ നിന്നും ദത്തെടുക്കപ്പെട്ടത്. കൂടില്ലാതെ വിഷമിച്ചവർക്ക് സൗജന്യമായി കൂട് വരെ ഒരുക്കി നൽകിയാണ് കൂട്ടായ്മ കാവലും കരുതലുമായത്. ഈ നായകൾ ഫീഡ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ആദ്യം വിളിച്ചു കൂട്ടിയത്. അവരുമായി ആലോചിച്ച് ഞങ്ങളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ജൂൺ ജൂലൈ മാസമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത്. ഈ കുട്ടികൾ പ്രസവിച്ച് വീഴുന്നത് ഈ സമയത്താണ്. പിന്നെ നവംബർ ഡിസംബറിലാണ് അടുത്ത സീസൺ എന്ന് പറയുന്നത്. ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരിക. അവരെയാണ് നമ്മൾ എടുക്കുന്നത്. അവരെടുത്ത് ഒരു 6-ാമത്തെ മാസം സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള കുട്ടികൾ 2-ാമത്തെ പ്രസവം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഈ പ്രസവിച്ച പട്ടികളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അവരെയും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും. അങ്ങനെ ഘട്ടം ഘട്ടമായി ഒരു 4-5 വർഷത്തിനുള്ളിൽ ഇത് ചെയ്യും. പദ്ധതിയെക്കുറിച്ചറിഞ്ഞ വേടനും ഷെൽട്ടർ സന്ദർശിക്കാനെത്തി. നാടൻ നായകളെ ഇഷ്ടപ്പെടുന്ന വേടൻ വീട്ടിലേക്ക് വളർത്താനായി ഒരു നായക്കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിന് ജാനു എന്ന പേരും നൽകി. തെരുവുനായ ആക്രമണം പോലെയുള്ള പ്രത്യേകിച്ച് കുട്ടികളെ, സ്കൂൾ മക്കളെയൊക്കെയാണ് ഇത് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തെരുവ് നായ്ക്കൾ ഉണ്ടാവാൻ കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ കൂട്ടമായി ഇവരെ അബാൻഡൻ ചെയ്തപ്പോഴാണ് ഇത് ഉണ്ടായത്. അപ്പോൾ ഈ കാവൽ എന്ന് പറയുന്ന ഒരു പദ്ധതി തെരുവ് നായ്ക്കളെ കുറിച്ച് കറക്റ്റ് ബോധവൽക്കരണം ജനങ്ങളെ നടത്തിപ്പിക്കാൻ, വൈദേശിക ബ്രീഡുകളെ പുറന്തള്ളിയിട്ട് നമ്മുടെ ബ്രീഡുകളെ കൊണ്ടുവരാനൊക്കെ ഇങ്ങനെയുള്ള പദ്ധതികൾ സഹായിക്കും. നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പെറ്റിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പരിയ ബ്രീഡ്സ് ആണ് ഞാൻ വളർത്തുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മുന്നുണ്ടായിരുന്നതും ഇന്ത്യൻ പരിയ ബ്രീഡ്സ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് എടുത്തേക്കുന്നതും ഒരു പരിയേനെയാണ്. കാണാം, നമുക്ക് അവൾ നല്ല ആരോഗ്യമുള്ളതായിട്ട് വളരുകയാണ്. തെരുവ് നായ്ക്കളെ കൊല്ലാതെ തന്നെ ജനകീയ പിന്തുണയിലൂടെ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാനാകുമെന്ന് നടപ്പിലാക്കി കാണിച്ചു തരികയാണ് പദ്ധതിയിലൂടെ അടാട്ട്. ഇത് നമ്മൾ വെറ്റിനറി യൂണിവേഴ്സിറ്റി ആയിട്ട് ഞങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെമ്പാടും ഇത് നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ തെരുവുനായ എന്നുള്ളത് നായകളൊക്കെ വീട്ടിലേക്കാവും. ബ്രീഡ് ചെയ്യാനുള്ള ലൈസൻസ് ആവശ്യമുള്ള പട്ടികളുണ്ടെങ്കിൽ അതിനത് കൊടുക്കും. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ 10 വർഷത്തിനകത്ത് ഇത് കൺട്രോൾ ആവും. ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ള പ്രോജക്റ്റ് ജൂലൈയിൽ നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ തയ്യാറാക്കുന്നുണ്ട്. ഗവൺമെന്റിൽ കൊടുക്കും. ഗവൺമെന്റിൽ നിന്ന് അനുമതി വാങ്ങിയാൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും നടപ്പിലാക്കാൻ കഴിയും. നിലവിലെ ഷെൽട്ടറിൽ 6ഓളം നായക്കുഞ്ഞുങ്ങളുണ്ട്. ആവശ്യക്കാർക്ക് നേരിട്ടെത്തി ഏറ്റെടുക്കാം. വിജയം കണ്ട പദ്ധതി വ്യാപിപ്പിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. TCV തൃശൂർ.